IPL ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് 2023 ശേഷം കിരീടം നേടിയിട്ടില്ല. 2026 സീസണിലാകട്ടെ ടീമിനെ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാനും കഴിഞ്ഞില്ല. ഇതോടെയാണ് 2027 സീസണിന് മുന്നോടിയായി ടീമിനെ അടിമുടി പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ചെന്നൈ മാനേജ്മെന്റ് ആരംഭിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പരിശീലക സ്ഥാനത്തും ക്യാപ്റ്റൻസിയിലും താരങ്ങളുടെ തെരഞ്ഞെടുപ്പിലും വലിയ മാറ്റങ്ങൾക്കാണ് സാധ്യത. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് മുഖ്യ പരിശീലക സ്ഥാനമാണ്. നീണ്ടകാലം ടീമിനെ പരിശീലിപ്പിച്ച സ്റ്റീഫൻ ഫ്ലെമിംഗ് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെ പുതിയ പരിശീലകനെ തേടുകയാണ് CSK. ഫ്ലെമിംഗിന് പകരം മുൻ ഓസ്ട്രേലിയൻ താരവും CSKയുടെ വിശ്വസ്തനുമായിരുന്ന മൈക്കിൾ ഹസിയെ പരിശീലകനാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ചെന്നൈ മാനേജ്മെന്റ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ചെന്നൈ ജേഴ്സിയിൽ കളിച്ച പരിചയം, ടീമിന്റെ ഘടനയെക്കുറിച്ചുള്ള അറിവ്, ഓസ്ട്രേലിയയുടെ മുൻനിര മിഡിൽ ഓർഡർ ബാറ്റർ എന്ന അനുഭവ സമ്പത്ത്, ഇവയെല്ലാം ഹസിക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. നിലവിൽ ചെന്നൈയുടെ ബാറ്റിംഗ് പരിശീലകൻ കൂടിയാണ് ഹസി. കൂടാതെ ചെന്നൈയുടെ മുൻ താരമായ ആൽബി മോർക്കലും ഇംഗ്ലണ്ട് മുൻ നായകൻ ഓവൻ മോർഗനെയും മാനേജ്മെന്റ് പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. പരിശീലക സ്ഥാനത്തിന് പിന്നാലെ CSKയിൽ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യം ക്യാപ്റ്റൻസിയിൽ മാറ്റമുണ്ടാകുമോ എന്നാണ്. 2024 മുതൽ ഇങ്ങോട്ടുള്ള സീസണുകളിൽ ചെന്നൈ ഇറങ്ങിയത് ഋതുരാജ് ഗെയ്ക്വാദിന്റെ നേതൃത്വത്തിലായിരുന്നു. പക്ഷേ ടീമിന്റെ മോശം പ്രകടനം ക്യാപ്റ്റൻസിയെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തി. ഇതോടെയാണ് സഞ്ജു സാംസനെ ചെന്നൈയുടെ അടുത്ത ക്യാപ്റ്റനാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകൾ സജീവമാകുന്നത്. ഇന്ത്യയുടെ ഇതിഹാസ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ വിക്കറ്റ് കീപ്പർ ബാറ്റർ, നേതൃത്വ പരിചയം, IPLലെ ദീർഘകാല അനുഭവം, ഇതെല്ലാം സഞ്ജുവിന് അനുകൂലമായ ഘടകങ്ങളാണ്. കൂടാതെ സഞ്ജുവിനെ MS ധോണിക്ക് താല്പര്യമുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. CSKയുടെ ഭാവി പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉയർത്തുന്ന മറ്റൊരു പേര് MS ധോണിയുടേതാണ്. 2027 സീസണിൽ ധോണി താരമായി തുടരുമോ അതോ പുതിയൊരു റോളിലേക്ക് മാറുമോ? ഇതാണ് ആരാധകരുടെ ചോദ്യം. ധോണി അടുത്ത സീസണിൽ കളിക്കാരനായി തുടരുന്നതിന് പകരം ടീമിന്റെ മെന്റർ റോളിലേക്ക് മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. അങ്ങനെയെങ്കിൽ കളിക്കളത്തിന് പുറത്തുനിന്ന് ടീമിന്റെ തീരുമാനങ്ങളിലും യുവതാരങ്ങളുടെ വളർച്ചയിലും ധോണിയുടെ പരിചയം CSKക്ക് ഉപയോഗപ്പെടുത്താനാകും. എന്നാൽ 2027 ധോണി കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കഴിഞ്ഞ സീസണിൽ പരിക്ക് വില്ലനായി എത്തിയതോടെ ധോണിക്ക് കളത്തിലേക്കെത്താൻ സാധിച്ചിരുന്നില്ല. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയെയും ടീമിലെത്തിക്കാൻ CSK ശ്രമിക്കുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ സംഭാവന നൽകാൻ കഴിയുന്ന ഓൾറൗണ്ടർ, ക്യാപ്റ്റൻസിയിലും അനുഭവ സമ്പത്തുള്ള താരം. അതുകൊണ്ട് തന്നെ CSKയുടെ പുതിയ കോമ്പിനേഷനിൽ ഹാർദിക്കിന് വലിയ പ്രാധാന്യം ലഭിച്ചേക്കുമെന്നാണ് അഭ്യൂഹം. എന്നാൽ ഹാർദിക് മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന കാര്യത്തിൽ നിലവിൽ ഉറപ്പില്ല. താരം ഗുജറാത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഒരു ഭാഗത്ത് പുതിയ പരിശീലകൻ, മറ്റൊരു ഭാഗത്ത് പുതിയ ക്യാപ്റ്റൻ, ധോണിയുടെ പുതിയ റോൾ, അതോടൊപ്പം ഹാർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കാനുള്ള നീക്കമെന്ന റിപ്പോർട്ടുകളും. 2027 സീസണിന് മുന്നോടിയായി CSK വലിയൊരു ട്രാൻസ്ഫോർമേഷനിലെന്നാണ് സൂചന. ഒരു കാര്യം വ്യക്തമാണ്, 2026 നിരാശ മറന്ന് 2027 വീണ്ടും കിരീട പോരാട്ടത്തിലേക്ക് ശക്തമായി തിരിച്ചുവരാനാണ് 5 തവണ IPL ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നീക്കം.